ഇത് ആ നാടിന് അപരിചിതമായ കാഴ്ചയല്ല. നടപ്പിലും പാതി മയക്കത്തിലും എല്ലാം അവർ ഇത് പ്രവേശിക്കുന്നുണ്ട്. അനുഭവിച്ച് മതിയായി. ഉറക്കമില്ല. ഇന്നലെ മെനഞ്ഞാന്ന് എത്ര ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉറങ്ങുന്നത്. ഞങ്ങൾ ആ കരയിലെല്ലാം എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുക. ഇതൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? നാട്ടുകാർ സ്ഥിരം ഉപയോഗിക്കുന്ന വഴിക്ക് ചുറ്റും അടിക്കാടും വള്ളിപ്പടർപ്പുകളും പടർന്നത് കാരണം കാട്ടാന എത്തുന്നത് കൃത്യമായി അറിയാൻ കഴിയില്ല. അങ്ങനെ ആർക്കും കാത്തു നിൽക്കാതെ സ്വയം ഇറങ്ങി. ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രദേശത്തെ അടിക്കാടും വള്ളിപ്പടർപ്പുകളും നാട്ടുകാർ വെട്ടിമാറ്റി. നിരന്തരമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ പകലെന്തെങ്കിലും പണി ചെയ്താലല്ലേ ആ കാര്യങ്ങൾ നടക്കും. കൃഷിയും കാര്യങ്ങളും കൊണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പം പകലതിന് പോകണം, രാത്രി ഉറക്കളച്ച്. ഇത് ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ പോരുമ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ അവർക്ക് ഉറങ്ങാൻ പറ്റും. ഇന്നലെ വന്ന 3 ആനയുണ്ടായിരുന്നു. 2 ഹാരിസണിൻ്റെ അതിനകത്തുനിന്ന് കയറി, 1 ജനവാസ മേഖലയിലേക്കും ചെല്ലും. അപ്പോൾ അവിടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞു അതുപോലെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാം പെരയുടെ വണ്ടിയിലേക്ക് കയറി ലൈറ്റ് അടിച്ചുകൊണ്ട് ആന ജനവാസ മേഖലയ്ക്ക് അടുത്ത് വന്നിട്ട് തിരിച്ച് കയറി. ഞങ്ങളായാലും ഫോറസ്റ്റുകാരായാലും ആരായാലും ഇതിലെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് അടിച്ചാൽ കാണില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഈ റോട്ടിൽ കൂടെയാണ് ആന ഇറങ്ങുന്നത്. ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം ഇവർക്ക് നഷ്ടമായത് വാഴക്കൃഷിയാണ്. ഒരു 10-100ഓളം വാഴയും 12 കൂടി തെങ്ങും നശിപ്പിച്ചു. പിന്നെ ഞങ്ങൾ തന്നെ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മലയാള ഹാരിസൻ്റെ എസ്റ്റേറ്റാണ് സൈഡ്. അവിടുത്തെ ബെൽറ്റ് കാട് കിടപ്പുണ്ട്. ആ കാടിൻ്റെ അകത്ത് അടിക്കാടുകൾ ഞങ്ങൾ തന്നെ തെളിക്കുക. അത് ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടാണ്, അവരോടും അറിയിച്ചിട്ടാണ്, ഹാരിസൻ്റെ കമ്പനിയെ അറിയിച്ചു, ഇവർ 2 കൂട്ടരെ അറിയിച്ചിട്ട് ഞങ്ങൾ തന്നെ അടിക്കാട് വെട്ടി തെളിക്കുന്നു. ശാശ്വത പരിഹാരമെന്ന നിലയിൽ പ്രദേശത്ത് കിടങ്ങ് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് അനുഭാവപൂർണമായ നിലപാട് അധികൃതർ കൈക്കൊള്ളുന്നില്ലെന്ന് പരാതിയുണ്ട്. കണ്ണും കാതും കൂർപ്പിച്ച് പത്തനംതിട്ട കുളത്തുമണ്ണിലെ ജനങ്ങൾ ജീവിതം തുടരുകയാണ്. ഏറെക്കാലത്തെ അധ്വാനം ഒരു നിമിഷം കൊണ്ടില്ലാതായതിൻ്റെ അങ്കലാപ്പിലാണ് ഈ മനുഷ്യർ. അവർ ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. സ്വയം പ്രതിരോധവുമായി മുന്നോട്ട് പോവുകയാണ്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.